നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹാക്സോ ഫ്രെയിം ആൻഡ് ബ്ലേഡ്. ഈ ബ്ലേഡോട് കൂടിയ ഹാൻഡ് ഹാക്സോ നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസിനുള്ള മെറ്റൽസ് നമുക്കിതുകൊണ്ട് കട്ട് ചെയ്യാൻ കഴിയും. അതുകൂടാതെ തന്നെ ചെറിയ സ്ലോട്ടുകൾ കട്ട് ചെയ്യുന്നതിനും വിവിധ തരത്തിലുള്ള ഷേപ്പുകൾ കട്ട് ചെയ്യുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന ഹാക്സോ ഫ്രെയിമുകൾ രണ്ട് ടൈപ്പാണുള്ളത്. സോളിഡ് ഫ്രെയിംസും അതുപോലെ അഡ്ജസ്റ്റബിൾ ഫ്രെയിംസും. സോളിഡ് ഫ്രെയിമിൽ നമുക്ക് ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ലെങ്ത്ത് മാത്രമാണ് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്. അഡ്ജസ്റ്റബിൾ ഫ്രെയിം ടൈപ്പിൽ നമുക്ക് ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ലെങ്ത്തുള്ള ബ്ലേഡുകൾ ഫിറ്റ് ചെയ്യാൻ കഴിയും. ഈ അഡ്ജസ്റ്റബിൾ ഫ്രെയിം ടൈപ്പിൽ തന്നെ രണ്ട് ടൈപ്പ് ഫ്രെയിമുകൾ വരുന്നുണ്ട്. ഒന്ന് ഫ്ലാറ്റ് ടൈപ്പ്, മറ്റൊന്ന് ട്യൂബുലാർ ടൈപ്പ്. ഇവിടെ ഈ കാണിച്ചിട്ടുള്ള ഈ ഫിഗർ കാണുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ഫ്രെയിമും ബ്ലേഡുമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫ്രെയിം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഫ്രെയിമിൽ തന്നെ ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിന് ഹാൻഡിലുണ്ട്. അതുപോലെ ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന രണ്ട് എൻഡുകളാണ് അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡറും ഫിക്സഡ് ബ്ലേഡ് ഹോൾഡറും. ഇതിൽ നമുക്ക് ബ്ലേഡിൻ്റെ ലെങ്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഓൾറെഡി മേലെ നമുക്ക് മാർഗമുണ്ട്. അതുകൂടാതെ ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതിനാണ് അവിടെ ഒരു വിങ് നട്ടും ആ ഹോൾഡറും അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡറും നൽകിയിട്ടുള്ളത്. ഫിക്സഡ് ബ്ലേഡ് ഹോൾഡർ നമ്മളത് മൂവ് ചെയ്യിക്കാറില്ല. ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഈ വിങ് നട്ട് ഉപയോഗിച്ചിട്ടാണ് ബ്ലേഡ് ഫേമായിട്ട് ഫിക്സ് ചെയ്യുന്നത്. പാർട്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ രണ്ട് ടൈപ്പ് സാധാരണ കാണാറുണ്ട്. സ്ട്രെയിറ്റ് ടൈപ്പും അതുപോലെ തന്നെ പിസ്റ്റൽ ടൈപ്പ് ഹാൻഡിലും കാണാറുണ്ട്. പിസ്റ്റൽ ഗ്രിപ്പ് ഹാൻഡിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ഹാൻഡിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ ബ്ലേഡ് ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇതിന് കുറവായിരിക്കും. അതുപോലെ തന്നെ സോയിങ് എഫർട്ട് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനും നല്ലത് പിസ്റ്റൽ ഗ്രിപ്പ് ഹാൻഡിൽ തന്നെയാണ്. നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് ഒരു പിസ്റ്റൽ ഗ്രിപ്പ് ഹാൻഡിലാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹാക്സോ ബ്ലേഡുകളെ കുറിച്ചാണ്. ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു തിൻ നാരോ സ്റ്റീൽ ബാൻഡാണ്. ഒരു എഡ്ജിൽ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ട് എൻഡിലും ഓരോ പിൻ ഹോളുകളും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഹാക്സോ ഫ്രെയിമോട് കൂടിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഹാക്സോ ബ്ലേഡുകൾ നിർമ്മിക്കുന്നത് ഒന്നല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിച്ചോ ആണ്. ഇത് സാധാരണയായി 250 mm അതുപോലെ തന്നെ 300 mm എന്നീ സ്റ്റാൻഡേർഡ് ലെങ്ത്തുകളിൽ അവൈലബിൾ ആണ്. രണ്ട് തരത്തിലുള്ള ഹാക്സോ ബ്ലേഡുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഓൾ ഹാർഡ് ബ്ലേഡ്സ്, രണ്ട് ഫ്ലെക്സിബിൾ ബ്ലേഡ്സ്. ഓൾ ഹാർഡ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ പിൻ ഹോളിന് ഇടയ്ക്കുള്ള ഫുൾ ബ്ലേഡ് ലെങ്ത്തും ഹാർഡൻഡ് ആയിരിക്കും. ഫ്ലെക്സിബിൾ ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടീത്ത് മാത്രമാണ് ഹാർഡൻഡ് ആയിരിക്കുന്നത്, ബാക്കി ഭാഗം ഹാർഡൻഡ് ആയിരിക്കില്ല. ഇതിൻ്റെ ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെ കുറച്ച് കർവ്ഡ് ലൈൻസൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ബ്ലേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഹാക്സോ ബ്ലേഡിൻ്റെ രണ്ട് എൻഡിലുള്ള പിൻ ഹോളുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസാണ് ഹാക്സോ ബ്ലേഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഹാക്സോ ബ്ലേഡിൻ്റെ അടുത്തടുത്ത രണ്ട് ടീത്തുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് ഓഫ് ദി ബ്ലേഡ് എന്ന് പറയുന്നത്. ഹാക്സോ ബ്ലേഡിൻ്റെ പിച്ചിനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: കോഴ്സ്, മീഡിയം, ഫൈൻ. ഇവിടെ 1.8 mm ഡിസ്റ്റൻസ് ഉള്ളതിനെ കോഴ്സ് പിച്ച് എന്ന് പറയുന്നു. അതുപോലെ 1.4 mm ആൻഡ് 1 mm ഇത്തരം ഡിസ്റ്റൻസുകളെ മീഡിയം പിച്ച് ഹാക്സോ ബ്ലേഡുകൾ എന്ന് പറയുന്നു. 0.8 mm ഡിസ്റ്റൻസ് ഉള്ളതിനെ ഫൈൻ പിച്ച് എന്നാണ് പറയുന്നത്. കട്ടിങ് സമയത്ത് ഹാക്സോ ബ്ലേഡ് മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് ജാമായി തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് വിഡ്ത്ത് ഓഫ് ദി കട്ട് അല്ലെങ്കിൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ കട്ട് ബ്ലേഡിൻ്റെ തിക്നെസ്സിനേക്കാളും കൂടുതലുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ ജാം ആവുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് സാധ്യമാവുന്നത് സെറ്റിംഗ് ഓഫ് സോ ടീത്തിലൂടെയാണ്. ഇതിനു വേണ്ടി രണ്ട് തരത്തിലുള്ള
സോ സെറ്റിംഗ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാഗേർഡ് സെറ്റ്, 2 വേവ് സെറ്റ്. നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് സ്റ്റാഗേർഡ് സെറ്റാണ്. ഓൾട്ടർനേറ്റ് ടീത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടീത്ത്സ് ഒന്നിടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന നമുക്ക് കാണാം. ഇതാണ് സ്റ്റാഗേർഡ് സെറ്റ്. ഇത് കാരണം നമുക്ക് ബ്ലേഡിൻ്റെ തിക്നെസ്സിനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് കട്ടിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് ബ്ലേഡ് കട്ട് ചെയ്ത് പോകുന്നു. ഇതുപോലെ തന്നെ കൂടുതൽ ഗ്യാപ്പ് കട്ടിന് കിട്ടുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് വേവ് സെറ്റ്. ഇവിടെ ഹാക്സോ ബ്ലേഡിൻ്റെ ടീത്ത് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വേവ് ഫോമിൽ അറേഞ്ച് ചെയ്യുന്നു, കൂടുതൽ ഗ്യാപ്പ് കട്ടിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സാധാരണയായിട്ട് 0.8 mm അതായത് ഫൈൻ പിച്ച് ഹാക്സോ ബ്ലേഡിൽ വേവ് സെറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 mm പിച്ചുള്ളതിൽ വേവ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് സെറ്റാണ് ഉണ്ടാകുന്നത്. ഓവർ 1 mm അതായത് 1 mm മുകളിൽ പിച്ചുള്ള ഹാക്സോ ബ്ലേഡുകളിൽ സ്റ്റാഗേർഡ് സെറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാക്സോ ബ്ലേഡിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് അതിൻ്റെ ലെങ്ത്ത്, പിച്ച്, അതുപോലെ അതിൻ്റെ ടൈപ്പ്. ഉദാഹരണത്തിന് 300 × 1.8 mm ലോ അലോയ് ഓൾ ഹാർഡ്. ഇവിടെ 300 എന്ന് പറയുന്നത് ഹാക്സോ ബ്ലേഡിൻ്റെ ലെങ്ത്ത്, അതായത് എൻഡിലുള്ള 2 പിൻ ഹോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. 1.8 mm എന്ന് പറയുന്നത് ഹാക്സോ ബ്ലേഡിൻ്റെ പിച്ചാണ്. ലോ അലോയ് ഓൾ ഹാർഡ് എന്ന് പറയുന്നത് ഹാക്സോ ബ്ലേഡിൻ്റെ ടൈപ്പാണ്. ഹാക്സോ ബ്ലേഡുകൾ സെലക്ട് ചെയ്യുന്നത് കട്ട് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത്, അതുപോലെ സൈസ് എന്നിവ നോക്കിയാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോഫ്റ്റ് മെറ്റീരിയൽസ് ആയ കോപ്പർ, ബ്രാസ്, ലെഡ് മുതലായവ 1.8 mm പിച്ചുള്ള, അതായത് കോഴ്സ് പിച്ച് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ മുതലായവ 1.4 mm പിച്ച് ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. മീഡിയം കാർബൺ സ്റ്റീൽ 1 mm. അപ്പോൾ 1.4ഉം 1 mm മീഡിയം പിച്ചുള്ള ഹാക്സോ ബ്ലേഡുകളാണ്. ഹൈ കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ മുതലായവ 0.8 mm അതായത് ഫൈൻ പിച്ച് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഫൈൻ പിച്ചുള്ള ബ്ലേഡുകൾ ഹാർഡ് മെറ്റൽസ് കട്ട് ചെയ്യാനായിട്ട് സൂട്ടബിളാണ്. കോഴ്സ് പിച്ചുള്ള ഹാക്സോ ബ്ലേഡുകൾ സോഫ്റ്റ് മെറ്റൽസ് കട്ട് ചെയ്യാനായിട്ട് സ്യൂട്ടബിളാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഫൈൻ പിച്ചുള്ള ബ്ലേഡുകൾ തിൻ സെക്ഷൻ മെറ്റൽസ് കട്ട് ചെയ്യാനായിട്ട് സ്യൂട്ടബിളാണ്. അതുപോലെ കോഴ്സ് പിച്ചുള്ള ബ്ലേഡുകൾ തിക്ക് സെക്ഷൻസ് കട്ട് ചെയ്യാനായിട്ട് സ്യൂട്ടബിളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാക്സോ ബ്ലേഡ് ടീത്ത് ഗെറ്റ് ഡൾ ഡ്യൂ ടു. ഹാക്സോ ബ്ലേഡിൻ്റെ ടീത്ത് ഡള്ളാവുന്നതിനുള്ള കാരണമാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ സ്പീഡ് ആൻഡ് പ്രഷർ, ഫസ്റ്റ് ഓപ്ഷൻ. നമ്മൾ കൂടുതൽ സ്പീഡിൽ പ്രഷർ കൂടുതലായിട്ട് കട്ട് ചെയ്യുക, അത് ഹാക്സോ ബ്ലേഡിൻ്റെ ടീത്ത് കേടാവാനായിട്ട് സാധ്യതയുണ്ട്. പ്രഷർ നോട്ട് റിലീസ്ഡ് ഡ്യൂറിങ് റിട്ടേൺ. ഹാക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമാണ് കട്ടിങ് ഉള്ളൂ, റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിങ് നടക്കില്ല. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ പ്രഷർ റിലീസ് ചെയ്തില്ലെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. കൂളൻ്റ് നോട്ട് യൂസ്ഡ്. ഹാക്സോ ബ്ലേഡ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൂളൻ്റ് യൂസ് ചെയ്യണം, ഇല്ലെങ്കിലും ബ്ലേഡ് നാശമാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. നാലാമത്തത് എനി വൺ ഓഫ് ദി എബവ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം മേലത്തെ 3 ഓപ്ഷനിൽ ഏത് വേണമെങ്കിൽ ആവാം. അതുകൊണ്ട് എനി വൺ ഓഫ് ദി എബവ് ആണ് ഇവിടുത്തെ ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ഹാക്സോ ബ്ലേഡ് ഈസ് മെഷേർഡ് ഫ്രം. ഹാക്സോ ബ്ലേഡിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തിയറി പോർഷൻസ് പഠിക്കുമ്പോൾ പഠിച്ചതാണ്. സെൻറ്റർ ഓഫ് 1 പിൻ ഹോൾ ടു സെൻറ്റർ ഓഫ് അതർ പിൻ ഹോൾ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എൻഡ് ഓഫ് 1 ഹോൾ ടു എൻഡ് ഓഫ് അതർ പിൻ ഹോൾ, അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓഫ് ബ്ലേഡ് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ തിയറി പോർഷനിൽ കൃത്യമായി പഠിച്ചതാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് പിൻ ഹോളിൻ്റെ. അതാണ് ഹാക്സോ ബ്ലേഡിൻ്റെ ലെങ്ത്തായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂ ഹാക്സോ ബ്ലേഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ദ ബ്ലൈൻഡ് സോ കട്ട് മെയ്ഡ് ബൈ ഓൾഡ് ബ്ലേഡ് ബിക്കോസ്. നമ്മളൊരു പഴയ ബ്ലേഡ് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് നമ്മളൊരു പുതിയ ബ്ലേഡ് യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം.
നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലേഡ് കട്ട് ചെയ്യുമ്പോൾ ആ ബ്ലേഡിൻ്റെ തിക്നെസ്സിനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് വേണം, എന്നാലാണ് ആ ബ്ലേഡ് അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് മൂവ് ചെയ്യിക്കാൻ, സ്മൂത്തായിട്ട് മൂവ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് കട്ടിങ് ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ തിയറി പോർഷനിൽ അത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ദ സ്പേസ് ഈസ് നോട്ട് ഇനഫ് ടു റൺ ദ ബ്ലേഡ്. ബാക്കിയെല്ലാം തന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഓപ്ഷൻസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റിംഗ് ഓഫ് ടീത്ത് ഇൻ ഹാക്സോ ബ്ലേഡ് ഈസ്. ഹാക്സോ ബ്ലേഡിലുള്ള സെറ്റിംഗ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ നോട്ട് റിക്വയർഡ്, ആവശ്യമില്ലാത്തതാണ്. ഒരിക്കലും ആവശ്യമില്ലാത്തതല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. റിക്വയർഡ് ടു അവോയ്ഡ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലേഡ് ആൻഡ് വർക്ക് പീസ്, അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അത് കറക്റ്റാണ്. സെറ്റിംഗ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസും ബ്ലേഡും തമ്മിലുള്ള സ്മൂത്തായ മൂവ്മെൻറ്റിനാണ്, അതായത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഉചിതമായതാണ്. സി എന്താണെന്ന് നോക്കാം. റിക്വയർഡ് ഫോർ ഇൻക്രീസിങ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനല്ല ഒരിക്കലും സെറ്റിംഗ് ഓഫ് ടീത്ത് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? റിക്വയർഡ് ഫോർ പ്രൊവൈഡിങ് ടീത്ത് ഓൺ ബ്ലേഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സെറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഉചിതമായ ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് ഫോർ കട്ടിംഗ് തിൻ സെക്ഷൻ ട്യൂബ്സ് ഈസ്. ഇതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. തിൻ സെക്ഷൻസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈൻ പിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫൈൻ പിച്ച് എന്ന് പറയുന്നത് 0.8 mm ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്യൂട്ടബിൾ പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് ഫോർ കട്ടിംഗ് സോളിഡ് ബ്രാസ്. സോളിഡ് ബ്രാസ് എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ സോഫ്റ്റ് മെറ്റൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് പിച്ചുള്ള ഹാക്സോ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോഴ്സ് പിച്ച് എന്ന് പറഞ്ഞാൽ 1.8 mm ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈൻ പിച്ച് ഏതാണ്, മീഡിയം പിച്ച് ഏതാണ്, കോഴ്സ് പിച്ച് ഏതാണ് എന്നുള്ള വാല്യൂസ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടീത്ത് ഓഫ് ഹാക്സോ ബ്ലേഡ് ആർ സെറ്റ് ടു. ഹാക്സോ ബ്ലേഡിൻ്റെ ടീത്ത് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ പ്രൊവൈഡ് ക്ലിയറൻസ് ഫോർ ദ ബ്ലേഡ്. ശരിയാണ്, ബ്ലേഡിന് ക്ലിയറൻസ് നൽകാൻ വേണ്ടി തന്നെയാണ്. പ്രിവെൻറ്റ് ജാമിങ് ആൻഡ് ബ്രേക്കേജ് ഓഫ് ബ്ലേഡ്. ജാമിങ്ങും ബ്രേക്കേജും ബ്ലേഡിൻ്റെ തടയാനായിട്ട്, അതും ശരിയാണ്. മേക്ക് ദ കർഫ് വൈഡർ ദാൻ ദ ബ്ലേഡിനേക്കാളും കർഫ് വൈഡറാക്കാൻ. കർഫ് എന്ന് പറഞ്ഞാൽ കട്ടാണ്, അപ്പോൾ അതും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ ഡി.